വീണ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള പല നിർണായക വിവരങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അതീവ ജാഗ്രതയോടെ തന്നെയായിരിക്കും ഇ ഡി നീങ്ങുക. അതേസമയം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് CMRL. തലസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലും CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ 19 പേർ ഇന്നലെ പിടിയിലായിരുന്നു. ലോക്കൽ സെക്രട്ടറി IP ബിനു ഉൾപ്പെടെയുള്ള 6 പേർ കീഴടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് നോട്ടീസ് അയച്ച് വിട്ടയച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ചുറ്റിപ്പറ്റി ഇ ഡി കൊച്ചി സോണൽ ഓഫീസിൽ നടക്കുന്നത് നിർണായകവും അതിവേഗത്തിലുള്ളതുമായ നീക്കങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരമ്പര റെയ്ഡുകളിൽ പിടിച്ചെടുത്ത 200-ലധികം രേഖകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും വിശകലനം ഇ ഡി ഉദ്യോഗസ്ഥർ ദ്രുതഗതിയിൽ പൂർത്തിയാക്കുകയാണ്. ഏതു നിമിഷവും വീണയ്ക്ക് അടുത്ത ചോദ്യം ചെയ്യലിനുള്ള സമൻസ് നൽകുമെന്നാണ് ഇ ഡി കേന്ദ്രങ്ങളിൽ നിന്നുള്ള സൂചന. കേസ് കേവലം ഒരു ചോദ്യം ചെയ്യലിൽ മാത്രം ഒതുക്കാതെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന ശക്തമായ വാദത്തിലേക്കാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയ്ക്കിടയിൽ പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കള്ളപ്പണ ഇടപാടുകളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് ഇ ഡി കണക്കുകൂട്ടുന്നത്. ഇതിനോടകം തന്നെ വീണ വിജയന്റെ 3 ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിച്ചു കഴിഞ്ഞു. മൊത്തം 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപയാണ് ഇ ഡി മരവിപ്പിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക സ്രോതസ്സുകളുടെ കൃത്യമായ രേഖകൾ വിശകലനം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് ഉന്നയിക്കാവുന്ന പ്രതിരോധ വാദങ്ങളുടെയെല്ലാം പഴുതടയ്ക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. തുടർ നടപടികൾ കടുക്കുന്നതോടെ വീണ വിജയൻ മുൻകൂർ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഇ ഡി മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയിൽ പ്രതിഭാഗം ഉന്നയിക്കാൻ സാധ്യതയുള്ള എല്ലാ സാങ്കേതിക വാദങ്ങളെയും മുൻകൂട്ടി കണ്ട് ശക്തമായ തെളിവുകളുടെ പിൻബലത്തോടെ പ്രതിരോധിക്കാനാണ് പ്രോസിക്യൂഷൻ വിങ് ഒരുങ്ങുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ കടുത്ത വകുപ്പുകൾ നിലനിൽക്കുന്നതിനാൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മുൻകൂർ ജാമ്യം തടയാൻ തക്കവണ്ണമുള്ള ഡിജിറ്റൽ തെളിവുകളും അക്കൗണ്ട് വിവരങ്ങളും കുറ്റമറ്റ രീതിയിൽ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കാനാണ് ഇ ഡി ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മകളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇ ഡി നീങ്ങിയേക്കുമെന്ന സൂചനകൾ ശക്തമായതോടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അണിയറയിൽ രാഷ്ട്രീയ നിയമ പ്രതിരോധങ്ങൾ സജീവമായി കഴിഞ്ഞു. ഡൽഹിയിലെ സുപ്രീം കോടതിയിലെ അതിപ്രശസ്തരും മുതിർന്നവരുമായ ക്രിമിനൽ അഭിഭാഷകരുമായി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തരും നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുള്ള ഏത് അടിയന്തര നീക്കത്തെയും നിയമപരമായി എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ തന്ത്രങ്ങളാണ് ഈ ചർച്ചകളിൽ രൂപപ്പെടുന്നത്. അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഒഴിവാക്കുക എന്നതാണ് രാഷ്ട്രീയ അണിയറയിലെ പ്രാഥമികമായ ലക്ഷ്യം. മുൻ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ് കേന്ദ്ര ഏജൻസി നടത്തുന്നതെന്ന വാദം കോടതിക്ക് മുന്നിൽ സ്ഥാപിച്ചെടുക്കാനാണ് നിയമവിദഗ്ധർ നൽകിയിരിക്കുന്ന ഉപദേശം. ഇ ഡി നോട്ടീസ് നൽകുന്ന മുറയ്ക്ക് തന്നെ ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ അടിയന്തര ഹർജി നൽകി സംരക്ഷണം ഉറപ്പാക്കാനുള്ള നീക്കങ്ങളും സമാന്തരമായി നടക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പദവി മുൻനിർത്തി കേസിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിരോധിക്കാനും ഇ ഡിക്ക് മേൽ കടുത്ത ശ്രദ്ധയുണ്ട്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ഡൽഹിയിൽ നിന്ന് ഇ ഡി ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. മുൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായിരുന്ന ഇടങ്ങളിലേക്ക് വരെ നീളുന്ന രീതിയിലുള്ള അന്വേഷണത്തിന്റെ വ്യാപ്തി കണക്കിലെടുത്ത് അതീവ രഹസ്യമായാണ് ഓരോ നീക്കവും.